ഹലോ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണോ നിങ്ങൾ? ഞാനൊരു ഹിന്റ് പറഞ്ഞു തരട്ടെ. തുടങ്ങരുത്, അതാണ് എൻ്റെ ഹിന്റ്. 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർ, അധികം ഫെയിമോ അല്ലെങ്കിൽ ഫോളോവേഴ്സൊക്കെ ബിലോ 500 ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ടായിരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, ഗൂഗിളിൽ കയറി തപ്പുന്നു, ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റിൽ കയറി ഡീലേഴ്സിനെ തപ്പുന്നു. അതിൽ GST ഒക്കെ നമ്മൾ അടിച്ചു നോക്കിയാലൊക്കെ അതിലൊക്കെ കളത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമത്തിൽ ഇപ്പോൾ എല്ലാവരും ഹോൾസെയിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുവഴി നമ്മൾ കുറേ നോക്കും. ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫേക്ക് IDs ഇഷ്ടം പോലെയുണ്ട്. ഇന്നലെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. ഒരു പേജിനെ പറ്റി അവർ ഇട്ടേക്കുന്നത് ഹോൾസെയിലായിട്ട് അവർ സാരി തരാമെന്ന് പറഞ്ഞു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഹൈ റിസ്ക് പരിപാടിയാണ്. ഒന്നത്. 2, 10,000 രൂപയ്ക്ക് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യമാണ് ഈ 10,000 രൂപയ്ക്ക്. ശരിയാണ്, 10,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10-15 സാരിയൊക്കെ എടുത്തു വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 15 ദിവസം ഇടാം, അല്ലെങ്കിൽ 30 ദിവസം റീപോസ്റ്റ് ഒക്കെ ചെയ്തിടാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇത് വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെപ്പറ്റി ആരും പറയുന്നില്ല. ഇത് വിറ്റ് പോയില്ലെങ്കിൽ ഈച്ചയും കൊതുകിനെയൊക്കെ അടിച്ച് വീട്ടിൽ ഇരിക്കാം, സാരിയും നോക്കി. 3, ഇപ്പോൾ ഇങ്ങനെ ഒരു സാരി ബിസിനസ് ആണെങ്കിലും ക്ലോത്തിങ് ബിസിനസ് ആണെങ്കിലും ജ്വല്ലറി ബിസിനസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ഒരൊറ്റ സൈൻ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ബാലൻസ് ഇല്ല. എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അവർ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ റീലുകൾ ചെയ്താണെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്താണെങ്കിലും ഒരുപാട് ഫെയിം നേടിയവരാണ്. വ്യൂവേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളവരാണ്. അവർക്കെന്ന് പറയുമ്പം അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞ്, ഇപ്പം ആക്ടിങ് മേഖലയിൽ ഇല്ലാത്തവർ പോലും ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവരൊരു വ്യൂവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആളും പേരും ഒക്കെ അവരെ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഒരു ബിസിനസ്സിൻ്റെ രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ, നമ്മളാണെങ്കിൽ പോലും വിശ്വസിക്കുന്നത് അവരെ പോലുള്ളവരെ ആയിരിക്കും. ഒരിക്കലും അവർ പറ്റിക്കില്ല. കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ അവരെക്കുറിച്ചൊരു നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ തീർന്ന് അവരെ കാര്യം അവിടെ ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 10,000 രൂപ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി.